ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേരള ഫുഡ്. നമ്മള് അതിന് ഞാനല്ല എന്താ ചെയ്യാൻ വേണ്ടത്, നമ്മുടെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചിനെ ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എന്റെ ഉമ്മച്ചി. കണ്ട ഉമ്മച്ചി എന്നല്ലോ ഹായ് എന്ന് പറ. ഹായ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് ഗുലാബ് ജാമിന്റെ ബ്രെഡിന്റെ റെസിപ്പിക്ക് പോവാം. ഒരു 8 ബ്രെഡ് സ്ലൈസ് ചെയ്തത്, അരു കട്ട് ചെയ്തത്, ഒരു 5-6 ടീസ്പൂൺ മിൽക്ക് ആവശ്യമുണ്ടാവും, 1 ടേബിൾ സ്പൂൺ ഗീ, 1 കപ്പ് ഷുഗർ നമ്മൾ സിറപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വാട്ടർ, അങ്ങനെ അത്യാവശ്യം. പിന്നെ ഇനി ബ്രെഡ്, ഏലക്കായ ഉണ്ട്. പിന്നെ ഇനി ബ്രെഡ് മിക്സിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് വരാം. ടാറ്റാ. നമ്മൾ ഇതില് ഏലക്കയാണ്, ഷുഗർ സിറപ്പ്, ഏലക്ക, കുറച്ച് ഏലക്കായ ഇരുന്ന്, പിന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര, അതിന് മലയാളത്തിൽ പഞ്ചസാര, എന്നിട്ട് അത് തിളച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മള്. പിന്നെ അതിന്റെ ഒപ്പം നെയ്യ് ഒഴിക്കാം. എന്നിട്ട് പാല് എത്ര സ്പൂൺ? പാല് കുഴയ്ക്കാൻ ആവശ്യമുള്ള പാല്, ബ്രെഡ് കുഴച്ചിട്ട് കാണാം. നമ്മൾ ബോളാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പൊരിച്ചിട്ട് കാണാം. നമ്മുടെ ബോൾസ് ഫ്രൈ ചെയ്യാൻ വെച്ചൊക്കെയാണ് വെക്കാൻ പോണ്. കണ്ട ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യണ്ടേ. പിന്നെ നമുക്ക് ഇനി ഫ്രൈ ചെയ്തിട്ട് കാണാൻ ണ്ട്. പുളിയാണ്. പിന്നെ നമുക്ക് ഒരു പാത്രത്തിൽ അനിയത്തിനെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, ചൂട് മാറട്ടെ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഗുലാബ് ജാമുൻ. അവള് പൊടിച്ചാണ്. നല്ല ടേസ്റ്റ് എന്നാ പറയണ്. നല്ല ടേസ്റ്റ് ഇല്ല ഈശ? ചൂടുണ്ട്, അതാ. ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്.